ഹലോ സ്റ്റുഡൻസ്, അപ്പോൾ നമുക്കിന്ന് മോക്ക് ടെസ്റ്റ് അഥവാ മോഡൽ ടെസ്റ്റ് ആരംഭിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ അയച്ചിട്ടുണ്ട് എല്ലാവർക്കും. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ഇത് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ലിങ്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ രജിസ്ട്രേഷൻ നമ്പർ ചോദിക്കും. എല്ലാവർക്കും രജിസ്ട്രേഷൻ നമ്പർ കിട്ടിയതല്ലേ? അത് ടൈപ്പ് ചെയ്യുക കേട്ടോ. അതിനുശേഷം താഴെ നിങ്ങൾ രജിസ്റ്റർ ചെയ്തൊരു മൊബൈൽ നമ്പർ ഉണ്ടല്ലോ, OTP വെരിഫിക്കേഷൻ ചെയ്ത ആ നമ്പർ ടൈപ്പ് ചെയ്യുക. പിന്നെ താഴെ പാസ് കീ. നമുക്ക് മോക്ക് ടെസ്റ്റിന് കോമൺ പാസ് കീ ആണ് എല്ലാവർക്കും. പക്ഷേ നിങ്ങളെ ഓരോ ടെസ്റ്റിന് പിന്നീട് വരുന്ന റിയൽ ടെസ്റ്റ് ഉണ്ടല്ലോ, ഇംഗ്ലീഷ് മലയാളം, അതിനൊക്കെ വേറെ വേറെ പാസ് കീ ആണ്, സെപ്പറേറ്റ് ആയിട്ട്. അത് ഞാൻ അയച്ചു തരുന്നുണ്ട്. മോക്ക് ടെസ്റ്റിന് വരുന്ന പാസ് കീ 140612 ഇത് തന്നെയാണ് എല്ലാവരും യൂസ് ചെയ്യേണ്ടത് കേട്ടോ. എന്നിട്ട് സ്റ്റാർട്ട് അസസ്മെൻ്റ് എന്ന് കൊടുക്കാം. സോ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വരുന്നതായിരിക്കും. ഇവിടെ നിങ്ങൾ അഗ്രി കൊടുക്കുക, എന്നിട്ട് സ്റ്റാർട്ട് നൗ എന്ന് കൊടുക്കുക കേട്ടോ. വളരെ ഈസിയാണ്, എല്ലാവരും ഇന്ന് തന്നെ ചെയ്യണം. നിങ്ങളെ ലൊക്കേഷൻ അലോ ചെയ്യുക, അതുപോലെ ക്യാമറ ഓൺ ചെയ്യുക, പ്രൊസീഡ് കൊടുക്കുക. ഓഡിയോ ചെക്കപ്പിന് ജസ്റ്റ് ഹലോ പറയാം. ഇങ്ങനെ ആയിരിക്കും ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. സോ നമ്മളിത് ഞാൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് പോകുന്നതാണ് കേട്ടോ. ഇതൊരു മോഡൽ ടെസ്റ്റ് ആയതുകൊണ്ട് ജസ്റ്റ് ഞാൻ ക്ലിക്ക് ചെയ്ത് പോകുന്നതാണ്. ഇങ്ങനത്തെ വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവുക കേട്ടോ. സോ ഫസ്റ്റ് സെഷൻ കഴിഞ്ഞു, നെക്സ്റ്റ് സെഷൻ കാണാം. ഓക്കെ, അത് ഒബ്ജക്റ്റീവ് ടൈപ്പിൻ്റെത് കഴിഞ്ഞു. ഇനി നമുക്ക് ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പാണ് ഉള്ളത്. അപ്പോൾ നെക്സ്റ്റ് സെഷൻ ക്ലിക്ക് ചെയ്യുക, നെക്സ്റ്റ് സെക്ഷൻ. ഓക്കെ, അറ്റംപ്റ്റ് ഇനി 2 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. അപ്പോൾ ഇതെന്താ വെച്ചാൽ ക്വസ്റ്റ്യൻ വായിക്കുക, ഒന്നുമില്ല. റൈറ്റ് 10 to 15 ലൈൻസ് അബൌട്ട് യുവർ സെൽഫ് ആൻഡ് അപ്ലോഡ്. റൈറ്റ് 10 to 15 ലൈൻസ് അബൌട്ട് ബോസെ. പിന്നെ യുവർ സെൽഫ്. ഈ 4 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ സെയിം തന്നെയാണ് വന്നതിൽ 2 ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ. ഈ 2 ക്വസ്റ്റ്യൻസ് നിങ്ങളെ പറ്റി എഴുതുക, പിന്നെ ബോസിനെ പറ്റി നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ എഴുതുക. എഴുതിയിട്ട് ടേക്ക് എ ഫോട്ടോയിൽ അപ്ലോഡ് കൊടുക്കുക. അത് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് കേട്ടോ. ഓക്കെ, നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ എഴുതുക, എന്നിട്ട് ആൻസർ എഴുതുക, ഒരു A4 ഷീറ്റിൽ എഴുതുക. എന്നിട്ട് ഇവിടെ ടേക്ക് എ ഫോട്ടോ എന്നുള്ളൊരു ഓപ്ഷൻ കണ്ടോ, അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ക്യാമറ ബാക്ക് ചെയ്യുക. ഇത് ജസ്റ്റ് ഞാൻ എഴുതിയതാണ് ഒരു എക്സാമ്പിളിന്. ടേക്ക് എ ഫോട്ടോ കൊടുക്കുക, ജസ്റ്റ് അപ്ലോഡ്, അത്രയേ ഉള്ളൂ കേട്ടോ. ഇനി 2 more പേപ്പേഴ്സ് ഉണ്ടെങ്കിൽ വീണ്ടും ടേക്ക് എ ഫോട്ടോ കൊടുക്കുക. എന്നിട്ട് അതേപോലെ സെക്കൻഡ് ക്വസ്റ്റ്യനും എഴുതുക അബൌട്ട് ബോസിനെ കുറിച്ചിട്ട് കേട്ടോ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ എഴുതി കഴിഞ്ഞാൽ അതും ടേക്ക് എ ഫോട്ടോ കൊടുക്കുക, ക്യാമറ ബാക്ക് ചെയ്യുക, എന്നിട്ട് ജസ്റ്റ് അതും ഒരു ഫോട്ടോ എടുക്കുക, എന്നിട്ട് അപ്ലോഡ് കൊടുക്കുക. കഴിഞ്ഞു. എന്നിട്ട് നമുക്ക് ഈ നെക്സ്റ്റ് സെക്ഷൻ നമുക്കില്ല. അപ്പോൾ സബ്മിറ്റ് എന്ന് കൊടുക്കും. നിങ്ങളെ എക്സാംസ്, അതായത് റിയൽ എക്സാംസ് ഇങ്ങനെ തന്നെ ആയിരിക്കും, പക്ഷേ ക്വസ്റ്റ്യൻ്റെ നമ്പേഴ്സ് കൂടും. അതായത് ഇപ്പോൾ നമുക്കിവിടെ 20 ക്വസ്റ്റ്യൻസ് അല്ലേ ഉള്ളൂ, അത് 40 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഡിസ്ക്രിപ്റ്റീവിന് ഒരു 14 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ തറവായിട്ട് 1-2 തവണ കണ്ടാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങളെ എക്സാമിൻ്റെ ഫോർമാറ്റ് വരുന്നത്. ഈ ഒരു ഫോർമാറ്റ് തന്നെയാണ് എല്ലാ എക്സാംസും വരിക, SLCൻ്റെതായാലും +2ൻ്റെതായാലും. അപ്പോൾ ഈ ഒരു ഫോർമാറ്റ് നിങ്ങൾ ഫോളോ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു തവണ മാത്രമേ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഇന്ന് മുതൽ, അതായത് 12-ാം തീയതി മുതൽ 14-ാം തീയതി 3 ദിവസം മോക്ക് ടെസ്റ്റിന് ഏത് സമയം നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ബട്ട് നിങ്ങൾ റിയൽ എക്സാം നിങ്ങൾ കറക്റ്റ് ടൈമിൽ തന്നെ അറ്റൻഡ് ചെയ്യണം. അതായത് 9 മണിക്കാണ് 9 മണിക്ക്, +2ൻ്റെത്, SLCൻ്റെത് 2 മണിക്കാണ് 2 മണിക്ക് നിർബന്ധമായി അറ്റൻഡ് ചെയ്തേ പറ്റുള്ളൂ. എന്നിട്ട് ഞാൻ അവിടെ സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ, നെക്സ്റ്റ് സബ്മിറ്റ് കൊടുക്കുക. ഈ ജസ്റ്റ് കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു ഇത് വരും. അപ്പോഴാണ് നിങ്ങൾ എക്സാം നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തത് കേട്ടോ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ഈ വീഡിയോ 2-3 തവണ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ കേട്ടോ. താങ്ക് യു.